സേവ് അബ്ദുൾ റഹീം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സൗദി അറേബ്യ നമ്മൾ മലയാളികൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. എന്നാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൗദിയിലെ തന്നെ മറ്റൊരു പുതിയ ഡെവലപ്മെൻറ്റുകൾ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതെന്താണെന്നറിയോ? അവർ വലിയ അംബീഷ്യസ് ആയിട്ട് നിയോം പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വിഷൻ 2030 എന്നൊക്കെ പറഞ്ഞിട്ട് സൗദിക്ക് വലിയ വിഷനൊക്കെ ഉണ്ടല്ലോ, ആ വിഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു വലിയ സിറ്റി പ്രോജക്റ്റാണ്. 26,000 ചതുരശ്ര കിലോമീറ്ററിൽ ചെയ്യുന്ന നിയോം സിറ്റി. ഏറ്റവും അംബീഷ്യസ് ആയിട്ട് പറയുന്നത് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു വര പോലെയുള്ള ഏകദേശം 100 മൈൽ നീളത്തിൽ വരുന്ന ഒരു സിറ്റി പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രൊജക്റ്റ് 2030 ആകുമ്പോഴേക്കും ആ പറഞ്ഞ സ്കെയിലിൽ നിന്നൊക്കെ ഒരുപാട് താഴേക്ക് വന്നിട്ട് വെറും 1 മൈൽ 1.5 മൈലിൻ്റെ അകത്ത്, അതായത് ഏകദേശം 2.4 കിലോമീറ്റർ നീളം മാത്രമേ 2030 ആകുമ്പോഴേക്കും തീരുള്ളൂ. 9 മില്യൺ ആൾക്കാരെ, 90 ലക്ഷം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് എന്ന് പറയുന്നത് 2030 ആകുമ്പോഴേക്കും വെറും 3 ലക്ഷം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ മാത്രമേ ഡെവലപ്ഡ് ആവുള്ളൂ എന്നുള്ള ഒരു വാർത്തയാണ്. അതായത് എന്താണോ അതിൻ്റെ വിഷനും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്, അതിൽ നിന്ന് ഒരു 99% സ്കെയിൽഡ് ഡൗൺ ആയിട്ടുള്ള ഒരു വേർഷൻ. അതാണ് ഇപ്പോൾ BBC-യും ബ്ലൂംബർഗും പോലെയുള്ള ഒരുപാട് മീഡിയാസൊക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്, നിയോം പ്രോജക്റ്റിൻ്റെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും, അതുപോലെ ഇതിൽ നിന്നൊക്കെ നമ്മൾ മലയാളികൾക്ക് ഉൾക്കൊള്ളാനുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക. അപ്പോൾ ഇതിൽ ആദ്യത്തെ വിഷയത്തിലേക്ക് തന്നെ വരാം. ഒന്ന്, നിയോം പ്രോജക്റ്റ് 26,500 ചതുരശ്ര കിലോമീറ്ററിൽ സൗദി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സൗദിയുടെ ഒരു ഫ്യൂച്ചർ അംബിഷൻസ്, അതായത് ഒരു പോസ്റ്റ് ഓയിൽ എക്കോണമിക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറയാം, ടെക്നോളജി മേഖലയിൽ, അതുപോലെ ഗ്രീൻ എനർജി, സസ്റ്റൈനബിലിറ്റി, ഇത്തരം ആശയങ്ങളൊക്കെ വെച്ചിട്ട് സൗദി ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് നിയോം പ്രോജക്റ്റ്. 26,500 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു 75% ഒക്കെ സൈസുള്ള ഒരു ഏരിയ അവർ അങ്ങനെ തന്നെ ഡെവലപ്പ് ചെയ്യണം. ഈ ഡെവലപ്മെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഈ നിയോം പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ലൈൻ എന്ന് പറയുന്ന പ്രോജക്റ്റ്. അതുപോലെ തന്നെ ട്രൊജേന, ഒക്സഗൺ, സിൻഡല എന്ന് പറഞ്ഞിട്ടുള്ള 3 പ്രൊജക്റ്റുകൾ വേറെയുണ്ട്. സിൻഡല എന്ന് പറയുന്നത് ഒരു ബീച്ച് റിസോർട്ട്, കൈൻഡ് ഓഫ് ലക്ഷറിയസ് ബീച്ച് റിസോർട്ടും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ദുബായ് ഓൾറെഡി ഈ മേഖലയിൽ നന്നായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റാണ്, നമുക്ക് അറിയുന്നുണ്ടാകും. ആ ഒരു ജനറലി GCC റീജിയണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദുബായ് ആ സെക്ടറിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. മറ്റു രാജ്യങ്ങളും അതിലേക്ക് വരുന്നുണ്ട്. ബട്ട് ദെൻ ദുബായ് ഒരു അപ്പർ ഹാൻഡ് ഉള്ളൊരു ഏരിയയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രോജക്റ്റ് മൗണ്ടെയിൻ റിസോർട്ട്സ് ഒക്കെ വരുന്ന ട്രൊജേന എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റാണ്. മറ്റൊരു പ്രോജക്റ്റാണ് അവരുടെ ഒക്സഗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് ഇൻഡസ്ട്രിയൽ ഹബ്ബ്. ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളെല്ലാം ചേർന്നിട്ടുള്ള ഒരു അംബീഷ്യസ് ആയിട്ടുള്ള പ്രോജക്റ്റാണ് നിയോം. അതിൽ തന്നെ അവർ ഏറ്റവും വലിയ രീതിയിൽ അവരുടെ അംബീഷൻസ് കാണിച്ചിട്ടുള്ള പ്രൊജക്റ്റായിരുന്നു ഈ ലൈൻ എന്നുള്ള പ്രോജക്റ്റ്. ലൈൻ എന്നുള്ള പ്രോജക്റ്റ് ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 200 മീറ്റർ വീതിയിൽ 500 മീറ്റർ ഹൈറ്റിൽ 100 മൈൽ നീളത്തിൽ ഒരു ലൈന് പോലെ കിടക്കുന്ന ഒരു ലൊക്കേഷൻ. അപ്പോൾ ആ പ്രോജക്റ്റ് പല രീതിയിൽ ആൾക്കാർക്ക് ഭയങ്കര സസ്പീഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്, അതുപോലെ അത് ഉണ്ടാക്കാൻ പോകുന്ന എക്കോളജിക്കൽ എൻവിയോൺമെൻറ്റൽ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്. കാരണം ഒരു ലൈന് പോലെ ഒരു സാധനം, ലൈനല്ല ആക്ച്വലി അതൊരു വാളാണ്, അതിൻ്റെ 2 സൈഡിലും ആണ്. അത് നിലനിൽക്കുന്ന സ്ഥലം ഭയങ്കര അറിഡായിട്ടുള്ള, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള റീജിയനാണ്. അപ്പോൾ ഇതൊക്കെ അവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയായിരിക്കും, എത്രയൊക്കെ അത് സസ്റ്റൈനബിൾ സിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണ്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ആലോചിച്ച ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൾഫ് ഓഫ് അക്കാബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടലിടുക്കുന്നാണല്ലോ. നോർമലി ഇങ്ങനത്തെ പ്രൊജക്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാം ജുമേറ പോലെയുള്ളതൊക്കെ മാക്സിമം ബീച്ച് ഫ്രണ്ട് കിട്ടുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളാണല്ലോ. ഇതെന്തുകൊണ്ട് ബീച്ച് ഫ്രണ്ടിനൊന്നും ഒപ്റ്റിമൈസ് ചെയ്യാതെ ഒരു ലൈന് പോലെ ഇട്ടിട്ടുള്ളത്, കോസ്റ്റൽ സൈഡിലൊന്നുമല്ല ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ലൈന് പോലെ മലകൾക്കിടയിലൂടെയും മറ്റുമൊക്കെ സഞ്ചരിക്കുന്ന രീതിയിലാണ് ഈ പ്രോജക്റ്റ് ഉള്ളത്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ശരിക്കും അത് നോക്കി കണ്ടു കഴിഞ്ഞാൽ അതൊരു വാള് പോലെയാണ്. വാള് പോലെയാകുമ്പോൾ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായിരുന്ന ഒരുപാട് ഇൻഹാബിറ്റൻസ് ഉണ്ടാവും. അത് അവിടെ ജനറലി ജീവിക്കുന്ന മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിലും, അതുപോലെ ഡെസേർട്ട് ആണെന്നുണ്ടെങ്കിലും സാധാരണഗതിയിൽ ആയിരക്കണക്കിന് സ്പീഷീസ് ഉണ്ടാകും. ഡെസേർട്ടിൽ ജീവിക്കുന്ന പ്രത്യേകതരം മൃഗങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു എക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഭയങ്കര ഹൈ ആണ് ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നതിൽ. ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് 20 മിനിറ്റിലെത്തും. അതിനകത്ത് ഭയങ്കര ഹൈ സ്പീഡ് റെയിൽവേ നെറ്റ്വർക്ക് ഉണ്ടാകും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോഴും ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ലൈന് പോലെ, ഇതൊരു സർക്കുലറൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൻ്റെ നിന്ന് മറ്റേ എൻഡിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ കുറച്ചും കൂടെ സ്മൂത്തർ ആവില്ലായിരുന്നു. സ്റ്റിൽ എന്തിനാണ് ലൈന് പോലെ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഇതൊരു വോളാണ് എന്നുള്ള ആശയം മറ്റുമൊക്കെ കൂടുതൽ ചർച്ചയാവുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ഈ ലൈന് പ്രോജക്റ്റ് ഒരു പ്രാക്ടിക്കൽ അല്ല, ഇത് വളരെ ഒരു ഫൂളിഷ് ആയിട്ടുള്ള ഒരു ഡ്രീമാണെന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് സൗദിയുടെ ഭാഗത്തു നിന്നുള്ള ജസ്റ്റിഫിക്കേഷനായിട്ട് കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ നിലവിലെ സിറ്റികളെല്ലാം ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള സിറ്റികളാണ്. മനുഷ്യന് മൂവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ യന്ത്രങ്ങൾക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാറുകൾക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള സിറ്റികളാണ്. അപ്പോൾ കാറുകളൊന്നും ഇല്ലാത്ത ഒരു ഫ്യൂച്ചർ സിറ്റിയാണ് ബേസിക്കലി ഈ നിയോം പ്രോജക്റ്റിനകത്തെ ലൈൻ പ്രോജക്റ്റ് എൻവിഷൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ആർഗ്യുമെൻറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി എല്ലാ കാര്യങ്ങളും ഒരു 5 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസിൽ കിട്ടും. അതേ
അതേസമയം ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഹൈ സ്പീഡ് റെയിൽവേ നെറ്റ്വർക്ക് ഉണ്ടാകും എന്നുള്ള രീതിയിലൊക്കെ കണ്ടു. ഇനി ആരായിരിക്കും ഇവിടെ താമസിക്കാൻ വരിക എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. താമസിക്കാൻ വരുന്നത് നോർമലി അവിടെ ഓൾറെഡി ഇൻഹാബിറ്റൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സൗദി ഏകദേശം ഒരു 5 കോടിൻ്റെ അടുത്തൊക്കെ പോപ്പുലേഷനുള്ള നാടാണല്ലോ. അപ്പോൾ ഒരു 90 ലക്ഷം ആൾക്കാർ അവർ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് സൗദിയിലെ നാഷണൽസ് തന്നെ ആയിരിക്കുമോ, അതല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള അൾട്രാ വെൽത്തി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് വരിക? ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇനി ഇതൊരു പ്രിസൺ ആയിട്ട് മാറുക. കാരണം നോർമലി ഒരു സിറ്റി എന്ന് പറയുന്നത് വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എൻഡ് പോയിൻറ്റും സ്റ്റാർട്ട് പോയിൻ്റ് ഒന്നും ഉള്ള രീതിയിലായിരിക്കില്ല. കുറച്ചും കൂടെ ഫ്ലൂയിഡ് ആയിട്ടായിരിക്കും ഈവൻ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത സിറ്റികളാണെങ്കിൽ പോലും ഉണ്ടാവുക. പക്ഷേ ഇതൊരു വാൾഡ് സിറ്റി ആകുന്ന സമയത്ത് ഇതിന് കറക്റ്റായിട്ട് എൻഡ് ഉണ്ട്, കറക്റ്റായിട്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു കൈൻഡ് ഓഫ് പ്രിസൺ ആയിട്ട് മാറൂലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇതൊരു വാലിഡ് ചോദ്യമാണ്. പക്ഷേ അതിനേക്കാളും എനിക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നിയത് ഡെസേർട്ടിൽ ടെമ്പറേച്ചേഴ്സൊക്കെ നോർമലി സമ്മറിലൊക്കെ പോകുന്ന സമയത്ത് 50 ഡിഗ്രിയുടെ മുകളിലൊക്കെ പോകും. അപ്പോൾ അത്രയും ഡിഗ്രി ടെമ്പറേച്ചറിലേക്ക് ഇത് പോകുമ്പോൾ ഒരു സസ്റ്റൈനബിൾ ലിവിങ് എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ലക്ഷറിയസ് ആയിട്ടുള്ള ആൾക്കാരും മറ്റൊക്കെയാണ് ഇതിനകത്ത് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റബിൾ ആയിട്ടുള്ള എൻവിയോൺമെൻറ്റ് ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. നിയോമിൻ്റെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ചിത്രങ്ങളും മറ്റൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മേലെ ഭാഗം ഓപ്പൺ ആണ് എന്നുണ്ടെങ്കിൽ ചൂടിനെ എങ്ങനെ മാനേജ് ചെയ്യും, ഡെസേർട്ടിൽ ഉണ്ടാകുന്ന ഡസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് മെയിൻ്റനൻസ് വലിയൊരു ചോദ്യമാണ്. ഇനി അതല്ലാത്ത മറ്റൊരു ചോദ്യം നിലനിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലോസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൂളിംഗ് സിസ്റ്റംസും മറ്റു കാര്യങ്ങളും കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ഇതിനെ സസ്റ്റൈനബിൾ എനർജിയും മറ്റൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. ഇനി അതെല്ലാം ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ചോദ്യമുണ്ട്. നാച്ചുറൽ സൺലൈറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യന് ഭയങ്കര അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടാകും എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആസ് എ സിറ്റി, ഇതൊരു സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇത്രയും ലക്ഷം ആൾക്കാർ ഒരു വെക്കേഷന് മാത്രം വരുന്നാവില്ലല്ലോ, അവിടെ സ്ഥിരതാമസമായിട്ട് ജീവിക്കാനും മറ്റൊക്കെ വരുന്നാവില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെങ്ങനെ അവിടെ ഇൻഹാബിറ്റ് ചെയ്യും കാലാകാലങ്ങൾ? ഇതിൻ്റെ ഒരു ലോങ് ടേം സസ്റ്റൈനബിലിറ്റി എന്താണ്? ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിയോം സിറ്റിയുടെ ഒരു ജനറൽ വ്യൂ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദിയുടെ ഒരു പുതിയ വിഷൻ, സൗദിയുടെ ഒരു ഫ്രീ ട്രേഡ് ഏരിയ ആയിട്ട് സൗദിയുടെ നിലവിലുള്ള ലോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് പുതിയ എക്കണോമിക് സിസ്റ്റം, നിയമങ്ങളും മറ്റ് സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് നിയോം ഏരിയ കാണുന്നത്. സൗദിയുടെ ഒരു ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിനെ ഒരു പുറം നാടുകൾക്കൊക്കെ കാണിക്കാൻ ഇൻവെസ്റ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സൗദി ഇത് സ്കെയിൽ ഡൗൺ ചെയ്തു എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ മെയിൻ റീസൺ ആയിട്ട് കണ്ടത് സൗദിയുടെ ഒരു പ്രധാന ഫിനാൻഷ്യൽ എഞ്ചിൻ ആയിട്ടുള്ളത് സൗദി മെയിൻലി, ഞാൻ ഇതിനു മുൻപ് MPSൻ്റെ ഒരു വാർത്താ സമ്മേളനം കണ്ടപ്പോൾ പുള്ളി പറഞ്ഞത് ഞങ്ങളടുത്ത് ലാൻഡ് ഉണ്ട്, ഞങ്ങളടുത്ത് പൈസയുണ്ട്. What kind of opportunity we have? So we have the cash, we have the land, we have the stability, we have good infrastructure, we are a G20 country. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ പ്രോജക്റ്റുകൾ എൻവിഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ലാൻഡ് ആക്ച്വലി മനുഷ്യന്മാർ താമസിച്ചിരുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. അവിടെ ഒരുപാട് ട്രൈബൽ പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. ആ ആൾക്കാർ അവിടെ നിന്ന് റീപ്ലേസ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിവാദങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. ഇതൊരു ഭാഗം. നമുക്കത് മാറ്റി വെച്ചിട്ട് സൗദിയുടെ ഫണ്ടിങ്ങുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. സൗദിയുടെ ഒരു മേജർ ഫണ്ട് കാര്യങ്ങളെല്ലാം വരുന്നത് അരാംകോ എന്നാണ്. അപ്പോൾ അരാംകോയുടെ റവന്യൂ ഈ വർഷം 24% ഡിപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്ത കണ്ടു. അതായത് ഒരു ഭാഗത്ത് ഈ ഓയിലിൻ്റെ പ്രൈസ് ഈ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഭയങ്കരമായിട്ടും ഉയർന്ന ഒരു റേറ്റിലും മറ്റൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് അത് അവിടെ യുദ്ധം തീരുന്ന അവസ്ഥയൊന്നും കാണുന്നില്ല എന്ന് കണ്ട സമയത്ത് ഓയിലിൻ്റെ പ്രൈസ് താഴേക്ക് വീഴാൻ തുടങ്ങി. ഇത് കൂടാണ്ട് അവർ ഓയിലിൻ്റെ ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി, ഔട്ട്പുട്ട് കുറയ്ക്കാൻ തുടങ്ങി. ഇത് രണ്ടും അവരുടെ റവന്യൂവിനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. റവന്യൂവിനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ നിയോം പ്രോജക്റ്റിന് 2024 വേണ്ടുന്ന ബഡ്ജറ്റ് ഇപ്പോഴും പാസ്സാക്കിയിട്ടില്ല എന്നാണ് പറയേണ്ടത്. 2024 തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 4 മാസം കഴിയാനായല്ലോ. അപ്പോൾ അതിലേക്കുള്ള ബഡ്ജറ്റ് പാസ്സാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പ്രോജക്റ്റ് ബേസിക്കലി ഒരു സ്റ്റാൾഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. അവിടെ ഓൾറെഡി ഈ പ്രോജക്റ്റിൻ്റെ ഒരു കോൺട്രാക്ടറൊക്കെ അവിടുന്ന് സ്റ്റാഫിനെ മറ്റൊക്കെ കട്ട് ചെയ്തതായിട്ടുള്ള വാർത്തകളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈൻ പ്രോജക്റ്റ് അവരുടെ ഷെഡ്യൂളിൽ അവർ നോർമലി പറഞ്ഞിരുന്നത് 2030 ആകുമ്പോഴേക്കും അവർ ഷെഡ്യൂൾ പ്രകാരം ഈ വലിയ സിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു. അങ്ങനെ നടക്കാൻ പോകുന്നില്ല. വെറും അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് മാളൊക്കെ അതിനകത്തൂടെ 2 കിലോമീറ്ററൊക്കെ നടക്കാനുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കുറച്ചും കൂടെ വലിയ മാള് അത്രയുള്ള വലിപ്പ ഇപ്പോഴത്തെ നിയോം പ്രോജക്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? അതിൻ്റെ ഒരു ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനാണ്. ഒരു സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ 2,65,000 ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. നമ്മളെ നാട്ടിൽ സിറ്റീസ് ഡിഫറെൻ്റ് ആണ്. ബട്ട് ദെൻ ജനറലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലൊക്കെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 1000 പേര് ആ ഒരു റേഞ്ചൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2,65,000 ആൾക്കാരെ ഒരു സ്ക്വയർ കിലോമീറ്ററിനകത്ത് കംപ്രസ് ചെയ്യാന്ന് പറയുന്നത് പല ലെയറുകളായിട്ടാണ് എന്നുണ്ടെങ്കിൽ പോലും അതൊരു ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ടാർഗറ്റാണ്. ആ ടാർഗറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഭയങ്കര പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും ഇത് വരിക. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ലെയേർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആകുന്ന സമയത്ത് ഒരു പക്ഷേ അതിനൊക്കെ പറ്റുന്നുണ്ടാവും. അതിൻ്റെ ഒരു പോസിബിലിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്.
എന്തായാലും 3 ലക്ഷം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന വെറും 2.4 കിലോമീറ്റർ നീളമുള്ള അതിൻ്റെ ഒരു ഏരിയ മാത്രമേ, ബേസിക്കലി അതിന് ഒരുപാട് യൂണിറ്റുകളായിട്ട് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഏകദേശം ഒരു 1.5% ആ പ്രൊജക്റ്റിൻ്റെ സൈസ് മാത്രമേ ഇപ്പോൾ അവർ ഇതിൻ്റെ 2030 റെഡി ആകുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ പ്രോജക്റ്റിനൊക്കെ കാരണമായിട്ടുള്ള റീസണുകളിലേക്ക് പോകാം. ഓൾറെഡി സൗദി ഒരു പോസ്റ്റ് ഓയിൽ വേൾഡിലേക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഞാൻ സ്ഥിരമായിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു ഗ്രാൻഡ് ചലഞ്ച്, ഒരു ട്രാൻസ്ഫോർമേറ്റീവ് പർപ്പസസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകേണ്ടെന്ന ആവശ്യം ഇന്ന് ലോകത്ത് സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വലിയ രീതിയിൽ ഡിപ്ലോയ് ചെയ്തിട്ടാണ് സൗദി ഈ പ്രോജക്റ്റുകളൊക്കെ ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ട്രൊജേന എന്ന് പറഞ്ഞിട്ടുള്ള വിൻ്റർ റിസോർട്ട് ഉണ്ടല്ലോ, അതിനകത്ത് ഒരുപാട് ഇവൻ ആർട്ടിഫിഷ്യലായിട്ട് സ്നോ പാർക്കുകളും മറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ, ഡെസേർട്ടിൻ്റെ നടുവിൽ പോയിട്ടേ സ്നോ പാർക്കും മറ്റു കാര്യങ്ങളും വിൻ്റർ സ്പോർട്സൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ടെക്നോളജിയാണ് അവർ ഇതിന് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ ഒരു കേരളത്തിൻ്റെയോ ഈവൻ ഇന്ത്യയുടെയൊക്കെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അംബീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടോ? ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. നമുക്ക് വലിയ രീതിയിൽ മാൻ പവർ ഉണ്ട്. ഇത്രയും മാൻ പവർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് കൈകൾ മാത്രമല്ല, വർക്ക് ചെയ്യാൻ കൈകൾ മാത്രമല്ല, ഈ കൈകളോടൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് വയറുണ്ട്. അത്രയും ആൾക്കാർക്ക് ഉപജീവനം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഒരു പക്ഷേ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെൻറ്റ് നിലനിൽക്കുന്ന ഒരു കാലമാണ്. ഇത് ഇനി ബെറ്റർ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇത് വേഴ്സ് ആവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ലോകത്ത് ഇന്ന് സംജാതമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം കൂടുതൽ കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റിയും കൂടുതൽ ഇൻഫോർമേഷൻസും ഡാറ്റയും അതും കൂടുതൽ ഡിജിറ്റലാക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് AI പോലെയുള്ള സാങ്കേതിക വിദ്യകൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗതയിൽ വരും. ഞാനിത് എപ്പോഴും പറയുന്ന കാര്യമാണ്, അതുകൊണ്ട് ആ ഭാഗം കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ജനറലി സ്പീക്കിംഗ് നമ്മൾ ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള ചലഞ്ചുകൾക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കേണ്ടതായിട്ട് വരും. ഇതിന് കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടുന്ന ഒരു ഭാഗമാണ് യുവാൽ നോവ ഹരാരി പോലെയുള്ള ആൾക്കാർ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡിനെ കുറിച്ച് പറയാറുണ്ട്. അതായത് ഒരു അപായമണി അവരിങ്ങനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ലോകത്തൊരു യൂസ്ലെസ് ക്ലാസ് രൂപപ്പെടുന്നുണ്ട് അത്രേ. അതായത് സോഷ്യലി, എക്കണോമിക്കലി ആൻഡ് പൊളിറ്റിക്കലി ലോകത്തിനൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു ജനത. അത് തന്നെ നമ്മുടെ നാട്ടിലായിരിക്കും, അതായത് ഒരു ഡെവലപ്പിംഗ് നേഷൻസിലായിരിക്കും അത് കൂടുതൽ ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ അതിലൊരു മേജർ പാർട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും അന്നന്നത്തെ വിഷയങ്ങളിൽ ഭയങ്കര കൺസേൺഡ് ആണ്. അതായത് ഇന്നത്തെ പൊളിറ്റിക്കൽ ചർച്ചകൾ, ഇന്നത്തെ കാര്യങ്ങൾ, ഇപ്പോൾ ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുകയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, അവിടെ വികസനമല്ല ചർച്ച, മറ്റു പല കാര്യങ്ങളും ചർച്ചയാകുന്നുണ്ട്. ഇനി അടുത്ത വർഷം മറ്റ് ഇലക്ഷൻസ് വരുന്നുണ്ട്, അതിൻ്റെ അടുത്തും ഇലക്ഷൻസ് വരുന്നുണ്ട്. 2024, 25, 26 3 വർഷം കേരളത്തിൽ ഇലക്ഷൻസ് ആണ്. അടുത്ത വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. 2026 ആകുന്ന സമയത്ത് നിയമസഭ വരും. അപ്പോൾ നമ്മളിനി ഒരു അടുത്ത ഇലക്ഷനിലേക്കുള്ള വാർത്താ പ്രാധാന്യമുള്ള വിഷയങ്ങളുടെ പിറകെ പോകും. അഴിമതി കഥകൾ ചർച്ച ചെയ്യാനുണ്ടാവും. പക്ഷേ ട്രൂലി നമ്മുടെ നാട്ടിനെ സസ്റ്റെയിൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ടെക്നോളജി ഇത്രയധികം ചലഞ്ചുകൾ നമ്മുടെ മുൻപിൽ കൊണ്ടുവരുന്നൊരു കാലത്ത് എങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ സർവൈവൽ പ്ലാൻ, നമുക്കും വേണ്ട ഒരു സർവൈവൽ പ്ലാൻ, അല്ലെങ്കിൽ നമുക്കും വേണ്ട ഒരു 10 ഇയർ 20 ഇയർ ഡൗൺ ദ ലൈൻ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള പ്ലാൻ വേണ്ടേ? അത്തരം കാര്യങ്ങൾ കൂടെ ചർച്ച ചെയ്യുന്ന വേദികൾ ഉയർന്നു വരേണ്ടത് ഇന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഭാഗത്തേക്ക് നോക്കാം. നമ്മുടെ ഈ കേരള മോഡൽ ഓഫ് ഗ്രോത്ത് ഉണ്ടല്ലോ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ മുൻപിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളത്തിന് മാറാൻ പറ്റിയത് കേരളത്തിനകത്തുള്ള ആൾക്കാർ എന്തെങ്കിലും ചെയ്തതുകൊണ്ടല്ല. കേരളത്തിന് പുറത്തു പോയിട്ട് കേരളത്തിലേക്ക് ഫണ്ടും മറ്റു കാര്യങ്ങളും കൊണ്ടുവന്ന് പ്രവാസികൾ ഉണ്ടാക്കിയതാണ് ഇന്നത്തെ കേരളം എന്നുള്ളത് എല്ലാവർക്കും ജനറലി അറിയുന്ന ഒരു കാര്യമാണ്. ആൾക്കാർ ബെറ്റർ എഡ്യൂക്കേഷൻ നേടാൻ തുടങ്ങി, ബെറ്റർ പ്രോസ്പെരിറ്റി ഉണ്ടാവാൻ തുടങ്ങി. അവർ കൊണ്ടുവന്നിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സും മറ്റു കാര്യങ്ങളൊക്കെ നാട്ടിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തു. ആ ഡിമാൻഡിലേക്ക് വലിയ വീടുകൾ വെക്കുമ്പോൾ, വലിയ സ്ഥലങ്ങൾ വാങ്ങുമ്പോൾ, അവരുണ്ടാക്കിയിട്ടുള്ള ഷോപ്പിലും മറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഡിമാൻഡ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തതാണ് ഇന്നത്തെ കേരളമായിട്ട് മാറിയത്. ഈ സൗദിയിൽ നിതാക്കാത്ത പോലെയുള്ള വിഷയങ്ങൾ വരാൻ തുടങ്ങിയ പോയിന്റ് തന്നെ നമ്മുടെ എക്കോണമി ഏകദേശം ഒരു സ്റ്റാഗ്നൻസിയിലേക്കൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൈസസ് സ്ലോ ഡൗൺ ആവാൻ തുടങ്ങി. അതുപോലെ തന്നെ ഷോപ്പുകളിൽ കച്ചവടം കുറയാൻ തുടങ്ങി. ഇപ്പോൾ ജനറലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്മോൾ സ്കെയിൽ ബിസിനസ്സുകളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, വലിയ രീതിയിൽ അവർക്ക് ഒരു വരുമാന നഷ്ടവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ കാണേണ്ടുന്ന ഒരു വലിയ ചലഞ്ച് എന്താണെന്നറിയോ? ഈ സൗദി പോലെയുള്ള രാജ്യങ്ങൾ, GCCയിലുള്ള മറ്റ് രാജ്യങ്ങൾ എടുത്തു നോക്കാം. അവരൊരു പോസ്റ്റ് ഓയിൽ വേൾഡിന് വേണ്ടി അവരുടെ എല്ലാ കാര്യങ്ങളും തയ്യാറെടുത്ത് തുടങ്ങി. ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നായിട്ടുള്ള സൗദി അറേബ്യ, അവർ തന്നെയാണ് ഞാൻ ഈ വാർത്തകൾക്ക് വേണ്ടി റിസർച്ച് ചെയ്ത സമയത്ത് കണ്ടത്, $8 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും വലിയ ഗ്രീൻ എനർജി ഫാമുകളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്ന ആൾക്കാർ തന്നെ ഏറ്റവും വലിയ ഗ്രീൻ എനർജി പ്രൊഡ്യൂസേഴ്സായിട്ട് മാറുകയാണ്. അപ്പോൾ അവർക്കൊരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സിറ്റ് സ്ട്രാറ്റജി ഉണ്ട്. അവരൊരു ഫ്യൂച്ചറിനെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, പ്രൊജക്റ്റുകൾ, മറ്റു കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ നാടുകളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന നമ്മൾ മലയാളികൾ, കേരളത്തിലുള്ളവർ, ജനറലി ഇന്ത്യ നമുക്ക് നോക്കാം. പക്ഷേ
പക്ഷേ കേരളത്തിൽ നിന്നാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ GCC രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ പോയിട്ട് ബ്ലൂ കോളർ ജോബുകൾ ചെയ്യുന്ന നമ്മുടെ ആൾക്കാർ, അവിടെ പോയിട്ട് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നവർ, സൂപ്പർ മാർക്കറ്റുകളിൽ വർക്ക് ചെയ്യുന്നവർ, ഹൗസ് ഹെൽപ്പായിട്ട് വർക്ക് ചെയ്യുന്നവർ, ഈ ഭാഗത്തൊക്കെ ടെക്നോളജികൾ ഇമ്പാക്റ്റ് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന പല ബ്ലൂ കോളർ ജോബുകളും വളരെ ലോ സ്കിൽഡ് ആയിട്ടുള്ള പല ജോബുകളും ഇതൊക്കെ ഇല്ലാണ്ടാകും. അല്ലെങ്കിൽ ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ റോബോട്ടുകളെ വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങൾ വെച്ചിട്ടോ ഒക്കെ ടെക്നോളജി വെച്ച് റീപ്ലേസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ട്രെൻഡുകൾ നമുക്ക് അതാണ് കാണിച്ചു തരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഇന്ന് ടെക്നോളജി ലോകത്ത് തന്നെ ഡിപ്ലോയിഡ് ആവുന്നതിൽ ഒന്നാം സ്ഥാനത്തുള്ള സ്ഥലങ്ങളിൽ ഒന്ന് ദുബായിയാണ്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, സാം ആൾട്ട്മാൻ ഇന്ന് ഈ ChatGPT-യുടെ ഒക്കെ ഫൗണ്ടർ, അദ്ദേഹം $7 ട്രില്യൺ ഫണ്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പോയത് UAE-യിലേക്കാണ്. അതായത് ലോകത്ത് 200-ലധികം രാജ്യങ്ങളുണ്ട്, പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം ദുബായിലേക്ക് പോയി എന്നുള്ളൊരു ചോദ്യമില്ലേ? അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്ന എത്ര അംബീഷ്യസ് ആയിട്ടുള്ള ഗോളുകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടവും സംവിധാനമൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫും കൂടിയാണ്. അപ്പോൾ ആ നാടുകളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന നമ്മൾ ടെക്നോളജിക്കലി എത്ര അപ്ഡേറ്റഡ് ആണ് എന്നുള്ളത് നോക്കണം. നമ്മുടെ നാട്ടിൽ ഓൾറെഡി ഒരു ഡ്വിൻഡ്ലിംഗ് യൂത്ത് പോപ്പുലേഷൻ ഉണ്ട്, പല രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന യുവാക്കൾ. ഞാൻ ആ മൈഗ്രേഷൻ അത്ര പോസിറ്റീവായിട്ട് കാണാറില്ല. റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ പോകുന്ന യൂത്ത് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഒരു വാക്വം ഉണ്ട്. അതിനേക്കാൾ ഉപരി അവരൊക്കെ വലിയ ലോണുകളും മറ്റൊക്കെ സൃഷ്ടിച്ചാണ് ഇവിടുന്ന് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇവരവിടെ ചെന്നിട്ട് ചെയ്യുന്ന പല ജോബുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ UK പോയിട്ട് ഒരു എക്സാമ്പിൾ പറയാം, മെക്ഡിയിൽ വർക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ കെയർ ഹോമിൽ വർക്ക് ചെയ്യുകയാണ്, ഇങ്ങനത്തെ പല കാര്യങ്ങളും. ആ ഭാഗത്തൊക്കെ ഇപ്പോൾ മെക്ഡിയിൽ ഒരാൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിളിന് പറയുകയാണ്, ഹവറിന് €10 ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവരതിനെ ഒരു റോബോട്ടിനെ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് ഇമ്മീഡിയറ്റ് ഇൻസെൻറ്റീവ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം 8 മണിക്കൂർ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് £80 കൊടുക്കേണ്ടുന്ന പൈസ അവർക്ക് ആ ടെക്നോളജിക്ക് ആ കോസ്റ്റ് അതിൻ്റെ പകുതി കോസ്റ്റ് ടെക്നോളജിക്ക് വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഈ രീതിയിലൊരു വലിയ തോതിൽ ടെക്നോളജി ഡിപ്ലോയ്മെൻറ്റ് ഇങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്ന് സ്റ്റുഡൻറ്റ് വിസയിലും മറ്റുമൊക്കെ പോയിട്ട് അവിടെ നിലയുറപ്പിക്കാനോ അറ്റ്ലീസ്റ്റ് അവിടെ പോയിട്ട് ആ ലോണ് തിരിച്ചടക്കാനുള്ള പൈസയെങ്കിലും കൊണ്ടുവരണം എന്ന് കരുതുന്ന വിദ്യാർത്ഥികളില്ലേ, അത് വലിയൊരു ബാങ്കിങ് ക്രൈസിസ് ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. റീസൺ എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ബാങ്കിൽ ലോൺ അടക്കാനുള്ള പൈസ പോലും അവർക്ക് കിട്ടണമെന്നില്ല. പ്രത്യേകിച്ച് കോവിഡ് ടൈമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവർ വലിയൊരു ക്രൈസിസിലായിരുന്നു ഈ കുട്ടികൾ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അവിടെ ജോബുകൾ ഉണ്ടാവില്ല, ജോബുകൾ ഇല്ലാതാവുന്ന സമയത്ത് ബാങ്കിലേക്ക് ലോൺ അടക്കാൻ കഴിയില്ല. അപ്പോൾ വലിയൊരു ക്രൈസിസ് അവർ നേരിട്ടിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തൊരു ക്രൈസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡിനേക്കാളും വലിയൊരു സൈലൻറ്റ് കില്ലറായിട്ട് ടെക്നോളജി മാറും. ആ ടെക്നോളജി മാറുന്ന ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെഗറ്റീവ് സിനാരിയോയിൽ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് നെഗറ്റീവായിട്ടുണ്ടാകുന്ന സമയത്താണ് നമ്മളിതിനെ നെഗറ്റീവായിട്ട് കാണേണ്ടത്. ഇതിനെ ലെവറേജ് ചെയ്തിട്ട് ഇതിനെ പോസിറ്റീവായിട്ട് മാറുന്ന ഒരു വിഭാഗം ആൾക്കാർ എപ്പോഴും ഉണ്ടാകും. പക്ഷേ അതൊരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ്. നമ്മുടെ നാട്ടിനൊക്കെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ജനറലി ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ മെനക്കെടുന്ന ആൾക്കാരാണ്. ഇതിലൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ക്രൈസിസുകൾ, അതായത് നമ്മളിപ്പോൾ എന്താണോ നമ്മൾ വിചാരിക്കുന്ന ഒരു കൺവെൻഷണൽ തിങ്കിങ്ങിൽ നമ്മൾ അടുത്ത ഫ്യൂച്ചർ എന്തായിരിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ, അതിന് വളരെ ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ള ടെക്നോളജികൾ നമ്മുടെ ആ ഒരു ജനറൽ തിങ്കിങ്ങിനെ എല്ലാം പൊളിച്ചെഴുതാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നാളെ എന്ത് സംഭവിക്കുമെന്ന് ജനറലി നമ്മളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലകളിൽ എന്താണോ സംഭവിച്ചിട്ടുള്ളത് അതിനെ വെച്ചിട്ടാണ് നമ്മൾ നാളെ എന്ത് സംഭവിക്കുന്നത് കൂട്ടുക. പക്ഷേ ഇന്നലകളിൽ സംഭവിച്ചതിനേക്കാൾ വേഗതയിൽ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരാൾക്കും ഇപ്പം ഇൻക്ലൂഡിങ് ഞാനോ അല്ലെങ്കിൽ ലോകത്തുള്ള ടെക്നോളജിയുടെ ഇവൻ ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും നാളെ എന്താകും എന്ന് പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് അത്രയും പ്രയാസമേറിയ ഒരു സാഹചര്യത്തിൽ നമ്മളെ നാട്ടിലൊരാളോട് നാളെ എന്ത് സംഭവിക്കുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മൂപ്പര് സിമ്പിൾ, ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മളെ നാട്ടിലുണ്ടാകും. നമ്മളതല്ലാതെ റിയലിസ്റ്റിക്കലി സ്പീക്കിംഗ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ഭാഗത്തും പുതിയ ട്രെൻഡുകൾ കടന്നു വരുന്നുണ്ട്. ആ ട്രെൻഡുകളെ നമ്മളൊരു എവല്യൂഷണറി പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇനിയും പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല പുതിയ ചലഞ്ചുകളും കൊണ്ടുവരും. ഇതൊക്കെ നമ്മളെ നാട്ടിൽ കേരളത്തിനെ പറ്റി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്ലൂ കോളർ എക്കോണമി ഒരുപാട് ആൾക്കാർ GCCയിലും മറ്റൊക്കെ വർക്ക് ചെയ്തിരുന്നവർ തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവർക്ക് പുതിയ ജോബുകൾക്ക് വേണ്ടുന്ന ടെക്നോളജിക്കൽ റിക്വയർമെൻറ്റുകളോ സ്കിൽ റിക്വയർമെൻറ്റുകളോ ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. ഇനി കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന യുവാക്കളും മറ്റൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ, അവർക്ക് അവിടെ സ്റ്റുഡൻറ്റ് വിസയിലും മറ്റും പോകുന്നവർ അങ്ങനെ ഹൈടെക് ഡിഗ്രി എടുക്കാനൊന്നല്ല അധികം ആൾക്കാരും പോകുന്നത്. അധികം ആൾക്കാരും അവിടുത്തെ സ്റ്റുഡൻറ്റ് വിസ കിട്ടണം, അവിടെ കുറച്ച് കാലം നിൽക്കണം. അത് അധികം ആൾക്കാരും ഒരു 20-30 ലക്ഷത്തിൻ്റെ ഒക്കെ ലോൺ ജനറേറ്റ് ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ ഈ ലോൺ തിരിച്ചടക്കാനുള്ള പൈസ ഇതിന് മുൻപ് പോയവർക്കൊക്കെ ഏകദേശം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയുള്ള ആൾക്കാർക്ക് അത് കിട്ടുമോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. അങ്ങനെ ഞാൻ മുൻപൊരു പോൾ നടത്തിയിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ ജോലികളാണ് അവിടെ പോകുന്നവർ ചെയ്യുന്നത് നോക്കിയപ്പോൾ കെയർ ഹോമിൽ ജോലി ചെയ്യാണ്, അതുപോലെ മെക്ഡി പോലെയുള്ള സംഭവങ്ങളിൽ ജോലി ചെയ്യാണ്. ഈ പല ജോലികളിലും ടെക്നോളജിയുടെ ഇമ്പാക്റ്റ് നല്ല രീതിയിൽ കാണാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ അവിടെയും എല്ലാ മാർക്കറ്റിനും ഒരു ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ടാവുമല്ലോ, ഉൾക്കൊള്ളാൻ കഴിയുന്ന കപ്പാസിറ്റിക്ക് ഒരു പരിധിയുണ്ട്. അപ്പോൾ ഇതൊക്കെ പുതിയ പുതിയ ചലഞ്ചുകൾ നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കും. ആ ചലഞ്ചുകൾ സൃഷ്ടിക്കുമ്പോൾ വാട്ട് ഈസ് അവർ പ്ലാൻ?
എന്താണ് ഇങ്ങനെ നമ്മളെ നാട് നേരിടാൻ പോകുന്ന ചലഞ്ചുകളുണ്ട്. ആക്ച്വൽ ചലഞ്ചുകൾ ഇതൊക്കെയാണ്. ഇപ്പോൾ എനിക്ക് ജനറലി സ്പീക്കിംഗ് കുറച്ചും കൂടെ ഒരു വെൽ ഓഫ് ആയിട്ടുള്ള ജീവിതം ഉള്ളത് കൊണ്ട് ക്ലൈമറ്റ് ചേഞ്ച് എന്നെ ബാധിക്കുന്നില്ല. എനിക്ക് വീട്ടിലെപ്പോഴും വെള്ളമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാൻ AC ഉണ്ട്, അങ്ങനത്തെ സൗകര്യങ്ങളുണ്ടെന്ന് വെക്കുക. ലെറ്റ്സ് അസ്യൂം ദാറ്റ്, അതായത് സൊസൈറ്റിയിൽ ഒരു ജനറേഷൻ ഇതൊക്കെ സാധ്യമാകുന്നു എന്നുള്ളത്. എന്നാൽ ഇതിന് സാധ്യമാകാത്ത ഒരു ജനറേഷൻ ഉണ്ടാകും. അപ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും ഇടയിലുള്ള ഗ്യാപ്പ്, അവരതിന് കൊടുക്കേണ്ടി വരുന്ന വില, ഇതൊക്കെ വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമ്മൾ ഇതല്ലേ ചർച്ച ചെയ്യേണ്ടത്? ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ്ഡ് ആണോ എന്നുള്ളത് നോക്കുക. ഇതൊരു ഭാഗത്ത്. ഇനി മറ്റൊരു കാര്യമുണ്ട്, ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ചർച്ചകൾ. സൗദി എന്തുകൊണ്ട് നിയോം പ്രോജക്റ്റിനെ സ്കെയിൽ ഡൗൺ ചെയ്തു, അല്ലെങ്കിൽ ഈവൻ നിയോമിൻ്റെ ഇപ്പോൾ 2045 ആകുമ്പോഴേക്കും പ്രോജക്റ്റ് പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. നിലവിൽ 2030 എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻ പ്രോജക്റ്റിൻ്റെ കാലാവധി മാറ്റിയിട്ട് അവർ 2045 ടൈം ലൈൻ പുനഃക്രമീകരിക്കും എന്നുള്ളതാണ് വാർത്തകൾ കണ്ടത്. അതായത് അവർ പ്രൊജക്റ്റ് കംപ്ലീറ്റ്ലി അബാൻഡൻ ചെയ്യുക എന്നുള്ളതല്ല, അവർ ടൈം ലൈനിൽ ഒരു മാറ്റം വരുത്തും എന്നുള്ളതാണ് വാർത്തകൾ കണ്ടത്. എന്തായാലും ഇതൊരു ഭാഗത്ത് വയ്ക്കുക. ഇത് എന്തൊക്കെ ജിയോ പൊളിറ്റിക്കൽ റീസൺസ് കാരണമായിരിക്കും അവർ ഇത്തരം മാറ്റങ്ങൾ വരുത്തുന്നതെന്ന് ചിന്തിക്കുക. ഇങ്ങനെ നമുക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചാൽ ഒരു അന്തമില്ല, ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരവസ്ഥയാണ് നമ്മൾ സാധാരണക്കാർക്കൊക്കെ ഉണ്ടാവുക. പക്ഷേ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ നാട് ഇനി ഏത് രീതിയിലേക്ക് മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കണം. ഏറ്റവും സ്പെസിഫിക് ആയിട്ട് ലോകം ഇനി ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കണം, ചർച്ച ചെയ്യണം. അതാണ് ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നത്.